റിനു, ഇപ്പോൾ നമ്മൾ കേട്ട പ്രതികരണങ്ങൾ പോലെ തന്നെ മണിക്കൂറുകൾ പിന്നിടുന്നു ജോയിക്കാനുള്ള തിരച്ചിൽ. പ്രത്യേകിച്ച് നേരം വൈകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് വെളിച്ചം ഉൾപ്പെടെ പ്രതിസന്ധിയാകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഏകദേശം 7 മണിക്കൂറോളം പിന്നിടുകയാണ് ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട്. ഈ 7 മണിക്കൂർ പിന്നിടുമ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സ്കൂബ 4ാം തവണ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം 5ാം തവണ ഡൈവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏകദേശം ആദ്യത്തെ ഘട്ടത്തിൽ 10 മീറ്ററും പിന്നീട് 30 മീറ്ററോളം ഈ ടണലിനകത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴവർ പോയിരിക്കുകയാണ്. എത്ര മീറ്റർ പോകാൻ കഴിയും, അല്ലെങ്കിൽ ജോയിയെ കണ്ടെത്താനാകുമോ എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത പ്രതീക്ഷിക്കുന്നുണ്ട് കേരളമൊട്ടാകെ. പക്ഷേ ഇപ്പോഴും സ്കൂബ ടീം പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം രാവിലെ 11 മണിയോടുകൂടിയാണ് ജോയിയും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന 2 പേരും ഈ ആമയിഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുന്നത്. ഈ ഒപ്പമുണ്ടായിരുന്ന 2 പേരും കരയ്ക്ക് കയറിയെങ്കിലും അദ്ദേഹത്തിന് കയറാനായിട്ടില്ല. അദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു വെക്കുന്നത്. സ്കൂബ ടീം ഇനി രാത്രി ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ പരിശ്രമിക്കുന്നുണ്ട്. കേരള ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും നഗരസഭയുടെ ജീവനക്കാരും നാട്ടുകാരടക്കം വലിയ രീതിയിലുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ മാലിന്യം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ രക്ഷാദൗത്യത്തിലേക്ക് പോകാനാകൂ എന്നുള്ളതാണ്. പക്ഷേ മാലിന്യം നീക്കം ചെയ്യുവാൻ വേണ്ടി നഗരസഭ മേയർ അടക്കം ഇടപെടുകയും ഈ മാലിന്യം മാറ്റുവാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് നഗരസഭയുടെ വാഹനങ്ങൾ അടക്കം എത്തി ഈ മാലിന്യം നീക്കം ചെയ്യുവാൻ വേണ്ടി ആരംഭിച്ചത്. ഏകദേശം 5 ലോറിയോളം മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് രക്ഷാദൗത്യം പൂർണ്ണ തോതിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് അതിന് ശേഷം വീണ്ടും മാലിന്യം 30 മീറ്റർ മാറ്റുകയും അതിനുള്ളിലേക്ക് സ്കൂബ ടീം പോവുകയും ചെയ്തു. അപ്പോഴും ജോയിയെ കണ്ടെത്താനായില്ല. വീണ്ടും സ്കൂബ ടീം മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം വീണ്ടും ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നിലവിലുള്ളത്. അല്പസമയം മുമ്പാണ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നത്. മേയറും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ മേയർ രാവിലെ തന്നെ പറഞ്ഞത് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് റെയിൽവേയുടേതാണ്. അതുകൊണ്ട് തന്നെ കളക്ടർ അടക്കം ഇവരോട് ഈ മാലിന്യം നീക്കണമെന്നും ഈ ജനങ്ങളുടെ ദുസ്സഹമായിട്ടുള്ള ജീവിതാവസ്ഥയ്ക്ക് ഒരു അനുകൂല സാഹചര്യം ഒരുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. കത്തടക്കം നൽകിയിരുന്നു. പക്ഷേ റെയിൽവേ അധികൃതർ അത് ചെയ്തില്ല എന്നുള്ളതാണ്. റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥർ പോലും ഇത്രയും സമയമായിട്ടും ഇവിടെ എത്തുകയോ ഇവിടെ അവരുടെ ഒരു കരാർ ജീവനക്കാരനാണ് ഈ വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുന്നത്, അവരെത്തിയില്ല എന്നുള്ളത് മന്ത്രി അടക്കം ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയും ചെയ്തിരുന്നു. മേയർ അടക്കം ആ വാർത്താക്കുറിപ്പ് ആ കത്തുൾപ്പെടെ നമ്മൾ പുറത്ത് നൽകിയിരുന്നു. നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നതാണ് നഗരസഭ. ഇപ്പോൾ മേയർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മേയറെ, 1 മാസം മുമ്പാണ് നിങ്ങൾ കത്ത് നൽകിയിരുന്നത് റെയിൽവേക്ക്. എന്നിട്ടും അവർ ഈ മാലിന്യം നീക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണോ? 1 മാസം മുൻപല്ല, അത് അവസാനത്തെ കത്താണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം കാണിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നിരന്തരമായി ഒരുപാട് തവണ തന്നെ ജില്ലാ ഭരണകൂടവും നഗരസഭയും വിവിധ തവണ തന്നെ റെയിൽവേക്ക് നോട്ടീസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ നോട്ടീസിനെ തുടർന്ന് പ്രവർത്തികൾ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ അവസാനമായി ഒരു കത്ത് കൊടുക്കുകയും അടിയന്തരമായി ചെയ്യണമെന്നുള്ള പറഞ്ഞുകൊണ്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ വിളിക്കുകയും ആ ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പ്രവൃത്തി ആരംഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സാങ്കേതികമായി റെയിൽവേക്ക് ഭൂമിയാണ്, അവിടേക്ക് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭയുടെ ജീവനക്കാരെ വെച്ച് മാലിന്യം നീക്കാമെന്ന് മുമ്പോട്ടൊരു പ്രപ്പോസലോ എന്തോ വെച്ചിരുന്നു. അല്ല, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ബഹുമാന്യനായ ശ്രീ വി കെ പ്രശാന്ത് MLA മേയറായിരുന്ന സമയത്ത് അത്തരത്തിൽ നഗരസഭ ഈ പ്ലോട്ടിനകത്ത് കയറി ശുചിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആ വിഷയം നമ്മുടെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കമുള്ള യോഗത്തിനകത്ത് പറയുകയും റെയിൽവേ തന്നെ ഈ പ്രവൃത്തി ചെയ്യണം, അത് റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് വരുന്ന വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ തന്നെ അത് ചെയ്യണം എന്നുള്ളത് ആ യോഗത്തിന്റെ തീരുമാനമായി എടുക്കുകയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം അത് റെയിൽവേ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ചിലർ ആരോപിക്കുന്നത് ഈ മാലിന്യം ഇവിടെ നിന്നുണ്ടാകുന്നതല്ല, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ്. ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒഴുകിയെത്തുന്നുണ്ട്. ഇത് തടയുവാൻ വേണ്ടി നഗരസഭയ്ക്ക് ഇപ്പോൾ ഈ കോമ്പൗണ്ടിൽ കയറാൻ മാത്രമേ നഗരസഭയ്ക്കോ നഗരസഭാ ജീവനക്കാർക്കോ അധികാരമില്ലാതെയുള്ളൂ. പക്ഷെ തൊട്ട് ഈ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ തടയുവാനും മാലിന്യ നിർമ്മാർജ്ജനം നടത്തുവാനും നഗരസഭയ്ക്കാകും. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ആക്ഷേപം. ഒന്ന്, ഈ തോട് നഗരസഭയുടെ ചുമതലയിൽ വരുന്ന ഒന്നല്ല. തോടെന്ന് പറയുന്നത് മേജർ ഇറിഗേഷന്റെ ഭാഗമായി വരുന്നതാണ്. 2, ഈ പ്രശ്നം നമ്മളിവിടെ പറഞ്ഞു, ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്.
നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും കാര്യക്ഷമമായി ഇടപെട്ടതിന്റെ ഭാഗമാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ 100 വാർഡുകളിലും ഹരിതകർമ്മ സേന പ്രവർത്തകരെ നമുക്ക് അണിനിരത്താൻ വേണ്ടി സാധിച്ചത്. അതിലേതാണ്ട് 1200 വരുന്ന പ്രവർത്തകരാണ് 100 വാർഡുകളിലായി മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടി തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഔദ്യോഗിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് ഫലപ്രദമായി ഉപയോഗിക്കാതെ മാലിന്യം വലിച്ചെറിയുമ്പോൾ ആ വലിച്ചെറിയുന്ന ഓരോ വ്യക്തിയും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഇനിയെങ്കിലും നടത്തണമെന്നുള്ളതാണ് നഗരസഭയുടെ അഭ്യർത്ഥന. ഈ രക്ഷാദൗത്യം ഇപ്പോൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തനം ഇപ്പോൾ 2 വശത്തായും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വശത്ത് അവർ ആദ്യം ഇന്ന് പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഈ വശത്ത് 30 മീറ്റർ നമുക്ക് ടണലിന്റെ അകത്തേക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പുറത്തെ വശത്ത് വരുന്ന ആ ഭാഗത്ത് 15 മീറ്റർ മാത്രമേ അകത്ത് പോകാൻ വേണ്ടി കൂബ ടീം തിരച്ചിലിനായി സജ്ജമാകുന്നുണ്ട്. ജോയിക്കാനുള്ള തിരച്ചിൽ അടുത്ത മണിക്കൂറുകളിൽ വലിയൊരു ആശ്വാസ വാർത്തയ്ക്കായി തന്നെ കേരളം കാത്തിരിക്കുകയാണ്. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ.